ലേബർ കോഡ് വിഷയത്തിൽ തൊഴിലാളി താൽപര്യം സംരക്ഷിക്കാൻ കേരളം ഉറച്ചു നിൽക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ 29 തൊഴിൽ നിയമങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുവന്ന 4 ലേബർ കോഡുകൾ, വേതന കോഡ്, വ്യവസായ ബന്ധ കോഡ്, സാമൂഹിക സുരക്ഷാ കോഡ്, തൊഴിൽ സുരക്ഷ, ആരോഗ്യ കോഡ് നവംബർ 21 മുതൽ ഈ കോഡുകളെല്ലാം നടപ്പാക്കുമെന്നാണ് കേന്ദ്രത്തിൻ്റെ വെല്ലുവിളി. ഇപ്പോഴിതാ കേന്ദ്രം കേരളത്തിന് നൽകിയ ഉറപ്പുകളൊക്കെ കാറ്റിൽ പറത്തി തൊഴിലാളി സംഘടനകളുമായി ഒന്നും ചർച്ച ചെയ്യാതെയാണ് ഏകപക്ഷീയമായി ലേബർ കോഡ് നടപ്പാക്കുന്നത്. കേരളത്തിന് ഇത് അംഗീകരിക്കാനേ പറ്റില്ല. 2019 കേന്ദ്രം ഈ പരിഷ്കാരങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ 2020 ചട്ടങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്ന കേന്ദ്രത്തിൻ്റേത്. ഇതിൻ്റെ ഭാഗമായി അന്ന് സംസ്ഥാനം കരട് ചട്ടങ്ങൾക്ക് വിജ്ഞാപനം ചെയ്തിരുന്നു, അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തു. എന്നാൽ ഏകപക്ഷീയമായി ഈ ലേബർ കോഡ് നടപ്പാക്കാൻ കേരളം തയ്യാറായിട്ടേയില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2022 ജൂലൈ 2 തിരുവനന്തപുരത്ത് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, നിയമ വിദഗ്ധർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച് വിപുലമായൊരു ശില്പശാല തന്നെ സംഘടിപ്പിച്ചിരുന്നു. കാരണം പരസ്പരം ചർച്ച ചെയ്ത് വേണം ഈ ലേബർ കോഡിൻ്റെ ഓരോ വരിയും നടപ്പാക്കാൻ തീരുമാനിക്കാൻ. അന്ന് തൊഴിലാളി യൂണിയനുകൾ ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധതയ്ക്കെതിരെ, കടുത്ത വിരുദ്ധതയ്ക്കെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചതാണ്. ആ വികാരം മാനിച്ചുകൊണ്ട് സംസ്ഥാനം തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് തൊഴിൽ മന്ത്രി എന്ന നിലയിൽ ശിവൻകുട്ടി അന്നേ നിർദ്ദേശം നൽകിയിരുന്നു. പിന്നെ കഴിഞ്ഞ 3 വർഷമായി ഈ വിഷയത്തിൽ സംസ്ഥാനം ഒരു ഇഞ്ച് പോലും, ഒരു തുടർ നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്നത് ആ ഉറച്ച നിലപാടിൻ്റെ തെളിവാണ്. ഇക്കഴിഞ്ഞ നവംബർ 11, 12 തീയതികളിൽ ഡൽഹിയിൽ നടന്ന സംസ്ഥാന തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ ശിവൻകുട്ടി മന്ത്രി നേരിട്ട് പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി കേരളത്തിൻ്റെ ശക്തമായ വിയോജിപ്പ് കേന്ദ്ര തൊഴിൽ മന്ത്രി അറിയിച്ചിരുന്നു. ഈ യോഗത്തിൽ കേരളം ഉന്നയിച്ച ആശങ്കകളെക്കുറിച്ച് തൊഴിൽ മന്ത്രി മറുപടിയും പറഞ്ഞു, എല്ലാം നോക്കാമെന്നും പറഞ്ഞു. കേരളം ഉന്നയിച്ച പ്രകാരം ട്രേഡ് യൂണിയനുകളുടെ ആശങ്ക പരിഹരിക്കാൻ അടുത്ത മാസം തന്നെ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് കേന്ദ്രമന്ത്രി അന്ന് ഉറപ്പു നൽകിയതാണ്. പക്ഷേ അത് നടപ്പാക്കാതെയാണ് പൊടുന്നനെ ഈ 21 മുതൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പാർലമെൻറ്റ് പാസ്സാക്കിയതിന് പിന്നാലെ 2019-20 4 ലേബർ കോഡുകളും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരുന്നു. 42 കോടിയിലധികം പേരുള്ള അസംഘടിത തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെ മെച്ചപ്പെട്ട പരിരക്ഷ ഉറപ്പാക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ വാദം. പക്ഷേ അങ്ങനെയല്ല, ഈ 42 കോടി തൊഴിലാളികൾക്കും ദ്രോഹകരമായ വ്യവസ്ഥകളാണ് ഇതിലുള്ളത് എന്നാണ് അർത്ഥം. കാരണം PF അടക്കം, അവരുടെ തൊഴിൽ സുരക്ഷ അടക്കം, തൊഴിൽ സമയമടക്കം ഒന്നിലും തൊഴിലാളിക്ക് യാതൊരു അവകാശമുണ്ടായിരിക്കില്ല. തൊഴിലുടമയ്ക്കാകും ഇതിലൊക്കെ ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശം ഈ ലേബർ കോഡ് നൽകുക. തൊഴിലാളി സംഘടനകൾ കൂടുതലായി പ്രതിഷേധിക്കുന്നത് വ്യവസായ ബന്ധ കോഡിലെ ചില വ്യവസ്ഥകൾക്കെതിരെയാണ്. ആകെ ജീവനക്കാരുടെ 10% അല്ലെങ്കിൽ 100 ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് യൂണിയൻ പാടുള്ളൂ. നിലവിൽ 7 പേർ മതിയായിരുന്നു. ആ അവസ്ഥയിൽ ഇപ്പോൾ 100 പേരെങ്കിലും ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. തൊഴിലാളികളല്ലാത്തവർ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിത്വത്തിൽ നിന്നും വരുന്നതിന് വിലക്കുണ്ട്. അതായത് രാഷ്ട്രീയ നേതാക്കളെ ഇവരെ നയിക്കാൻ വരാൻ പാടില്ലത്രേ. കൂട്ട ക്യാഷ്വൽ അവധി പണിമുടക്കായി കണക്കാക്കുമത്രേ. കുറഞ്ഞത് 300 ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ മാത്രം അടച്ചുപൂട്ടലിന് മുൻകൂർ അനുമതി വാങ്ങിയാൽ മതി. അതിന് താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉടമയ്ക്ക് പൂട്ടിക്കെട്ടി വീട്ടിൽ പോകാം. ഇതാണ് കേന്ദ്രത്തിൻ്റെ തൊഴിലാളി അനുകൂല നിലപാട്. സമരം തുടങ്ങാൻ 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. നോട്ടീസിന് ശേഷം ചർച്ചകൾ നടക്കുന്ന സമയത്ത് സമരം തുടങ്ങാൻ അനുമതിയില്ല. വ്യവസ്ഥ ലംഘിക്കുന്നവർക്ക് 50,000 രൂപ പിഴയും 1 മാസം തടവും. അങ്ങനെ രാജ്യത്തെ 42 കോടിയിലധികം വരുന്ന തൊഴിലാളികളെ പിടിച്ച് ജയിലിലിടാനുള്ള ഒരു നീക്കമാണ് ഇപ്പോഴത്തെ ലേബർ കോഡിലെ പുതിയ കാടൻ വ്യവസ്ഥകൾ കൊണ്ട് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും സംസ്ഥാനം അത് നടപ്പാക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്, ഇടത് സർക്കാരിന് ഒരു വ്യക്തമായ തൊഴിലാളികളെ സംബന്ധിച്ച, തൊഴിൽ നിയമങ്ങൾ സംബന്ധിച്ച വ്യക്തമായ നിലപാടാണ് ഇടത് സർക്കാരിൻ്റെ നിലപാടാണത്. ആ നിലപാടിൽ കാലാകാലങ്ങളെ ഒരു മാറ്റവും വന്നിട്ടില്ല. അത് പരിഷ്കരിക്കുകയല്ലാതെ അതിൽ ഭേദഗതികൾ കൊണ്ടുവരികയോ അതിൽ കാടത്തം നിറഞ്ഞ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേബർ കോഡ്, തൊഴിലാളി ബന്ധ കോഡടക്കം ഈ ഒരു അവസ്ഥയിൽ കേരളത്തിൽ നടപ്പാക്കാൻ സാധ്യമല്ല എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്.